ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയാണ്, അവരൊരു ഓരോ വ്യക്തികളും അല്ലെ കൂട്ടായ്മകളുമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന പ്രവൃത്തികളിലാണ് ആ ബന്ധവും കാര്യങ്ങളും ഇരിക്കുന്നത്. ഇപ്പൊ എന്നോട് കാണിച്ച പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം എന്നെ ഇട്ട് ഓടിച്ച് എന്നെ കൊണ്ട് എല്ലാം ചെയ്യിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യിച്ച് ഓക്കെ ഞാൻ ചെയ്ത്, എനിക്ക് അതിനകത്ത് അമ്മയ്ക്ക് വേണ്ടി ചെയ്തതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അനിയത്തിക്ക് വേണ്ടി നമ്മൾ ചില വീടുകളിൽ ചേട്ടന്മാര് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാലും അനിയത്തിമാർക്ക് വേണ്ടി അവളുടെ വീട്ടിലെയും അളിയന്റെ കാര്യവും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മാസം മാസം കെട്ടുകണക്ക് കൊടുത്തു വിടേണ്ട വീടുകളുണ്ട്. അതുപോലത്തെ ഒരു സാഹചര്യം പോലെയായിരുന്നു. കെട്ടിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരി സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, സ്വന്തം ഒരു ജീവിത മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അത് പറഞ്ഞപ്പം എന്നോട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. എന്നിട്ട് പറയണത് ട്രോൾ വന്നപ്പോൾ ഞാൻ ഒഴിവാക്കിയിരുന്നു. ട്രോൾ വന്നപ്പോൾ അവരാണ് സേഫ് അടിച്ചത്, അത് നല്ല കാര്യം, നന്ദിയുണ്ട്, അവർ സേഫ് അടിച്ചല്ലോ. എന്റെ പേരിൽ ഇനി അതിനകത്ത് അവർ ബുദ്ധിമുട്ടി എന്ന് പറയണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാൻ മേല, സ്വന്തം കാലിൽ ഒന്ന് ശ്രമിച്ചു നോക്കി, എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് വഴക്കായി പിണക്കായി മാറിയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഈ സംസാരം വന്നപ്പോൾ, അതായത് എന്റെ പൈസ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ പൈസയിൽ ഞാൻ ചോദിച്ചത്, അല്ല എന്റെ കുടുംബ സ്വത്തോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത്രയും മതിയല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവരുടെ ഒന്നും അടിച്ചിട്ടില്ല എന്നുള്ളത് സാധനം അവിടെ തന്നെ തെളിവുകളുണ്ട്. കാരണം